വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയത്തിൽ വെച്ച് പൊക്കാളി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ കീഴിൽ ജൂലൈ 4-ന് കാർഷിക വിപണന കേന്ദ്രം ആരംഭിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിദ്യാ ഗോപിനാഥ് സ്വാഗതവും പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ കൃഷി ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു നായർ പദ്ധതി വിശദീകരിച്ചു. KS സാജിദ്, KS നിബിൻ, രമണി അജയൻ, അസീന അബ്ദുൽസലാം, ശ്രീമതി നീതു ബിനോദ്, മിനി രാജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിലെയും പൊക്കാളി കർഷകരുടെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ FPOയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന ഈ ഒരു കാർഷിക വിപണന ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോകുന്നത്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിൽ നടത്തുന്ന വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു വിപണന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ 2 ലക്ഷം രൂപ ഈ ഒരു പദ്ധതിക്കായിട്ട് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത പൊക്കാളി കർഷകരുടെ കൂട്ടായ്മയായിട്ടുള്ള വൈപ്പിൻ പൊക്കാളി FPO അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ കട ഇവിടെ ആരംഭിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വൈപ്പിൻ പൊക്കാളി FPOയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ കെ അശോകൻ അവர்களാണ്. കഴിഞ്ഞ ഏതാനും ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കാനായിട്ട് ആരംഭിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ അഹോരാത്രം ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് വളരെയധികം എഫേർട്സ് എടുത്ത് ഈ പരിപാടി ഭംഗിയാക്കി ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് സഹായിച്ച അശോകൻ ചേട്ടനെ കൃഷി വകുപ്പിൻ്റെ പേരിലും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കർഷകരെയും എല്ലാവരുടെയും പേരിലും നമ്മുടെ ഈ യോഗം വിശദമായി നമ്മളുടെ ഏരിയ സംസാരിച്ചാണ്. എന്നപ്പോലും ഞാൻ ഈ പ്രസംഗത്തിന് കാര്യപര്യമായി പ്രസംഗത്തിന് നോക്കിയിരുന്നില്ല. ആദ്യമായി നമ്മുടെ വിദ്യാ ഗോപിനാഥ് ഏരിയയെ, ശ്രീമതി തുളസി സോമൻ പ്രസിഡന്റ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത്, ശ്രീമതി സുബോധ ഷാജി ചെയർപേഴ്സൺ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത്, ഇവരെല്ലാവരും നമ്മുടെ ഈ പദ്ധതി തുടങ്ങിത്തരുന്നതിന് വളരെയധികം മുൻകൈ എടുത്തിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1/1/2024 ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി നമുക്കൊരു പൊക്കാളി കർഷകർ പുരീതം കണ്ടെത്തുക എന്നുള്ള വിഷയത്തെ പറ്റി സംസാരിച്ച സമയത്താണ് നമ്മൾ വൈപ്പിൻ ബ്ലോക്കിൽ നിന്നും നോക്കി ഒരു ഔട്ട്ലെറ്റ് അനുവദിക്കാൻ നമ്മൾ അറിയിക്കുന്നത്. വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ സാഹിത്യ മെമ്പറും പ്രസിഡന്റും പറഞ്ഞൊരു കാര്യം, നല്ല വൃത്തിയും വെടിപ്പുള്ള നല്ല ഭംഗിയായ ഒരു സാധനം തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പുറം നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം സാമാന്യം തെറ്റില്ലാത്ത രൂപത്തിൽ നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംരംഭം ഈ തരത്തിൽ ആകാനായിട്ടുള്ള സാധ്യത ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റെയും അതിൻ്റെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെയും ഞങ്ങൾ ഈ കാര്യം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പുറകെ തന്നെ പ്രായോഗികമായി എല്ലാ തലത്തിലും അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സഹായിച്ചപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരെയും, അതായത് 5 പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരും കൃഷി അസിസ്റ്റന്റുമാരും എല്ലാവരും നമ്മളിതിൻ്റെ പുറകെ ഇന്ന് വരെ ഇപ്പോൾ വരെ തുടർന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും എടുത്തു പറയത്തക്ക വിധത്തിൽ ഒന്ന് പ്രത്യേകം അനുമോദിക്കുകയാണ്. നന്ദി. EK ജയൻ, നമ്മുടെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ അഗസ്റ്റിൻ മണ്ടോത്ത്,
അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു, ADA കൃഷി ഓഫീസർ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള മെമ്പർമാർ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, FPOൻ്റെ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള FPO കമ്മിറ്റി അംഗങ്ങൾ, ഇവിടെ ADAയും അശോകൻ ചേട്ടനും സൂചിപ്പിച്ചു കഴിഞ്ഞാണ്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു 5-6 വർഷം മുന്നേ തുടങ്ങിയുള്ളതാണ്. കർഷകരോടൊപ്പം നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എനിക്കേതായാലും കൃഷിയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അത് ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്തത് കർഷകരുടെ കൂട്ടായ്മ തന്നെയാണ്. അതിന് തെളിവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ആദ്യം ഫസ്റ്റ് വന്ന പിണറായി സർക്കാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുമ്പോൾ